ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. നമ്മൾ സാധാരണ അക്കൗണ്ടിങ് പഠിച്ചതുപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നിങ്ങളോട് എസ് ആയിട്ട് തന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ 29 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 10-14 ഉണ്ട്. എസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. നോക്കോളൂ. ഫസ്റ്റ് വൺ ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്, അതും അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എഴുതി വയ്ക്കുന്ന ബുക്കാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് പഠിച്ചാൽ മതി. ഡേ ബുക്ക് ഷോസ് ദ ഡെയിലി റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഡേ. ഒരു ഡേയിൽ എല്ലാ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒക്കെ എഴുതി വയ്ക്കുന്നതാണ്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഡയറക്ട്ലി എൻറ്റേർഡ് ഇൻ ദ ഡേ ബുക്ക്. ഡേ ബുക്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു വരുന്നതിനനുസരിച്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. വിച്ച് ഈസ് ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് നമ്മൾ ഈ ഡേ ബുക്കിനെ വിളിക്കുന്നത്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് കീപ്പിംഗ്. ഓൾ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഇറ്റ്. ഈ ഒരു ജേണലിൽ നമ്മൾ എല്ലാ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷനും ഈ ഒരു ഡേ ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തും. നെക്സ്റ്റ് മിനിറ്റ്സ് ബുക്കാണ്. ഇതിനകത്ത് റെക്കോർഡിങ്സ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് സബ് കമ്മിറ്റി ആൻഡ് ഓഫ് ദി ജനറൽ ബോഡിയിലോ നമ്മുടെ കമ്മിറ്റിയിലോ സബ് കമ്മിറ്റിയിലോ ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബുക്ക് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആണ്. ഇതിനകത്ത് നെയിംസ് ആൻഡ് അഡ്രസ്സ് ഓഫ് ദ ഷെയർ ആപ്ലിക്കൻ്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ആരൊക്കെയാണോ ഷെയർസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ ഷെയറുകൾ കൊടുക്കാതെ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിഫ്യൂസലിൻ്റെ റീസണും ഒക്കെ എഴുതി വയ്ക്കുന്ന ബുക്കാണ് നമ്മളുടെ ഈ ഒരു ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. ഓക്കെ, അടുത്തത് അഡ്മിഷൻ രജിസ്റ്റർ ആണ്. അഡ്മിഷൻ രജിസ്റ്ററിൽ നമ്മൾ ഇതിനകത്ത് ആരൊക്കെയാണോ നമ്മൾ ഈ ഷെയർ അപ്ലൈ ചെയ്തതിൽ കുറച്ച് പേരൊക്കെ നമ്മൾ മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ അഡ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ പേരും അവരുടെ അഡ്രസ്സുകളും അവർക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത്, അതെന്തെങ്കിലും അവർക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് ഈ ഒരു അഡ്മിഷൻ രജിസ്റ്ററിൽ. നെക്സ്റ്റ് നോമിനേഷൻ രജിസ്റ്റർ ആണ്. ഇറ്റ് ഷോസ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺസ് നോമിനേറ്റഡ് ബൈ ദ മെമ്പേഴ്സ് ആസ് പെർ റൂൾ 23 പ്രകാരം നമ്മളുടെ ഈ ഒരു മെമ്പേഴ്സ് ആരെങ്കിലും നമ്മളുടെ സൊസൈറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ എഴുതി വയ്ക്കുന്നതാണ് നോമിനേഷൻ രജിസ്റ്റർ. നെക്സ്റ്റ് റെസിപ്റ്റ് ബുക്കാണ്. റെസിപ്റ്റ് ബുക്കിനകത്ത് എന്തൊക്കെ എഴുതുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് എ ഫോംസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് 2 കോപ്പി ആയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്റ്റ് ബുക്ക് കെപ്റ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ഈച്ച് സെറ്റ് ടു ബി ഇഷ്യൂഡ് ഫോർ മണി റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദ അതർ സെർവ് ആസ് കൗണ്ടർ ഫോയിൽ. അപ്പോൾ റെസിപ്റ്റ് ബുക്കിലെ പേരിൽ തന്നെയുണ്ട് നമുക്ക് പണം കിട്ടിയത് എഴുതി വയ്ക്കാനുള്ള ബുക്കാണ്. അത് നമ്മൾ 2ആയിട്ട് എഴുതുന്ന ഒരെണ്ണം കൗണ്ടർ ഫോയിലായിട്ട്, അതായത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൗച്ചർ ഫയലാണ്. It contains all vouchers for contingent expenditure incurred by the society, numbered serially and filed chronologically. അതായത് എന്തെങ്കിലും കണ്ടിൻജൻറ്റ് എക്സ്പെൻഡിച്ചർ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൗച്ചർ ഫയലുള്ളത്. അത് സീരിയൽ നമ്പറൊക്കെ ഇട്ട് നമ്മൾ ക്രോണോളജിക്കലി ആണ്, അതായത് ഒന്നിനു പിന്നാലെ ഒന്നായിട്ടാണ് നമ്മളതിങ്ങനെ ഒരു വൗച്ചർ ഫയൽ കെപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെഡ്ജർ ഓഫ് ബോറോവിങ്സ് ആണ്. This ledger shows the deposits and other borrowings of all kinds in separate folios. അതായത് നമ്മളുടെ ഡെപ്പോസിറ്റുകളും അതുപോലെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ബോറോവിങ്സ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതാണ് ഈ ഒരു ലെഡ്ജർ ഓഫ് ബോറോവിങ്സ്. നമ്മുടെ സൊസൈറ്റിയുടെ ബോറോവിങ്സും ഡെപ്പോസിറ്റ്സും രജിസ്റ്റർ ചെയ്യുന്നതാണ് ഈ ഒരു ലെഡ്ജർ ഓഫ് ബോറോവിങ്സിൽ. നെക്സ്റ്റ് ജനറൽ ലെഡ്ജറാണ്. ജനറൽ ലെഡ്ജർ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കും. ജനറൽ ലെഡ്ജർ അക്കോർഡിംഗ് ടു കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ 29, ജനറൽ ലെഡ്ജർ ഈസ് റെക്കോർഡഡ് ഷോവിങ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് അണ്ടർ വേരിയസ് ഹെഡ്സ്. അത് പല ഹെഡ്സിൽ നിന്നുമുള്ള എല്ലാ ഡിസ്ബേഴ്സ്മെൻറ്റും റെസീപ്റ്റുകളും ഒക്കെ നമ്മൾ എഴുതി വയ്ക്കും. ഫ്രം ഡേ ടു ഡേ, ഓരോ ഡേ ടു ഡേ കാര്യങ്ങളാണ് എഴുതി വയ്ക്കുക.
After recording all entries of the day in the books of original entry, the day book, the total in each head has to be posted to the general ledger. അത്രയും മതി. നമ്മൾ ഡേ ബുക്കിലല്ല ആദ്യം എല്ലാം എഴുതുന്നത്. ആ ജേണലിൽ നിന്ന് അതിൻ്റെ ഓരോ ലെഡ്ജറിൻ്റെയും എമൗണ്ട് നമ്മൾ എങ്ങോട്ട് പോസ്റ്റ് ചെയ്യും? ഈ ജനറൽ ലെഡ്ജറിലേക്കാണ് ഓരോ ഹെഡിൻ്റെയും ബാലൻസ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. നമുക്ക് മന്ത്ലി കിട്ടിയിട്ടുള്ള എമൗണ്ടുകളും അത് മന്ത്ലി നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ടുകളും ഒക്കെ എഴുതാനാണ് ഈ ഒരു രജിസ്റ്റർ ഓഫ് മന്ത്ലി റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഉള്ളത്. നെക്സ്റ്റ്, രജിസ്റ്റർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. രജിസ്റ്റർ ഓഫ് ഡിവിഡൻസ് ഉണ്ട്. നമ്മൾ സൊസൈറ്റി എന്തെങ്കിലും ഡിവിഡൻറ്റുകൾ നമ്മളുടെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതി വയ്ക്കുന്നതാണ് രജിസ്റ്റർ ഓഫ് ഡിവിഡൻസ്. നെക്സ്റ്റ്, സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ ഉണ്ട്. ഇറ്റ് ഷോസ് ദോസ് എമൗണ്ട്സ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വിച്ച് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അതായത് നമുക്ക് ഈ വർഷത്തെ ആണെന്നോ കൃത്യമായി പറയാൻ പറ്റാത്ത എമൗണ്ടുകളൊക്കെ നമ്മൾ ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. ഫോർ റെക്കോർഡിംഗ് ദോസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഫോർ വിച്ച് സം ഡിസിഷൻസ് ഈസ് നീഡഡ് ടു ബിക്കം ആൻ ആക്ച്വൽ റെസീപ്റ്റ് ഓർ പേയ്മെൻറ്റ്. ആക്ച്വൽ റെസീപ്റ്റ് ആണെങ്കിൽ നമുക്ക് റെസീപ്റ്റ് ബുക്കിൽ എഴുതാം. പക്ഷേ അത് ആക്ച്വൽ റെസീപ്റ്റ് ആയിട്ടോ പേയ്മെൻ്റ് ആയിട്ടോ കരുതാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ആദ്യം അത് സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്ററിലായിരിക്കും ആദ്യം എഴുതുന്നത്. എന്നിട്ട് അതിനകത്തൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒറിജിനൽ ബുക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റഫായിട്ട് എഴുതി വയ്ക്കുന്ന ഈ ഒരു സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവരോട് പറഞ്ഞിട്ടുണ്ട് മണി റിസീവ്ഡ് ബൈ ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ മെമ്പർ ഈസ് ഫസ്റ്റ്ലി റെക്കോർഡഡ് ഇൻ ദ സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ ഒരാളെ മെമ്പറാക്കാൻ പോകുന്നെങ്കിൽ അയാൾ ആദ്യം തരുന്ന ആ ഒരു ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം മാറ്റുന്നത്. And after taking the decision to admit him as a member, the money is posted to the share account. അയാളെ നമ്മൾ ഒരു അഡ്മിറ്റ് ചെയ്ത് മെമ്പർ ആക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ആ എമൗണ്ട് ഷെയർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അതുവരെ അത് സസ്പെൻസ് അക്കൗണ്ടിൽ കെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ ഉള്ളത്. നെക്സ്റ്റ്, റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. This register is maintained for recording the defects noticed during the audit and inspection. ഓഡിറ്റും ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാനാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ഉള്ളത്. ഇറ്റ് ഷോസ് ദ റെക്ടിഫിക്കേഷൻ ഓഫ് ദി ഡിഫക്ട്സ് പോയിൻ്റ് ഔട്ട് ബൈ ദ ഓഡിറ്റർ ആൻഡ് ഇൻസ്പെക്ടർ. ഓഡിറ്ററോ ഇൻസ്പെക്ടറോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡീഫോൾട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാനുള്ള രജിസ്റ്ററാണ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. ലാസ്റ്റ് വൺ, 14ാമത് നിങ്ങൾ എഴുതേണ്ടത് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ലോണുകൾ ഇഷ്യൂ ചെയ്യും. അഡീഷൻ ടു ദ ബുക്സ്, മറ്റ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന രജിസ്റ്റർ കൂടാതെ ഇഷ്യൂയിങ് ലോൺസ് ഓർ ക്രെഡിറ്റ് സൊസൈറ്റീസ് കുറച്ചുകൂടി ബുക്കുകൾ കെപ്റ്റ് ചെയ്യേണ്ടി വരും. ലോണുകൾ ഇഷ്യൂ ചെയ്യുന്ന സൊസൈറ്റികൾ അവർ ഏതൊക്കെയാണ് നോക്കിയേ? ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, അതായത് ഏതെങ്കിലും ആൾക്കാർ വന്ന് നമ്മുടെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്ത ലോണിൻ്റെ എമൗണ്ട്, അപ്ലൈ ചെയ്ത ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് വെക്കാനായിട്ട് ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ വേണം. നെക്സ്റ്റ്, ലോൺ ലെഡ്ജറാണ്. ലോൺ ലെഡ്ജർ. ദിസ് ലെഡ്ജർ ഷോസ് ദ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ഈച്ച് ലോൺ ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ആൻഡ് അതിൻ്റെ പർപ്പസും ഒക്കെ എഴുതി വയ്ക്കും. നമ്മൾ ആദ്യം ലോൺ അവർ അപ്ലൈ ചെയ്തപ്പോൾ അതിന് വേണ്ടി രജിസ്റ്റർ വേണം. അവർക്ക് ലോൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി ഒരു രജിസ്റ്റർ വേണം. നെക്സ്റ്റ്, ലയബിലിറ്റി രജിസ്റ്ററാണ്. ഇറ്റ് ഷോസ് ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലയബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ടു ദ സൊസൈറ്റി, ദാറ്റ് ഈസ് ദോസ് ലയബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ടു ദ സൊസൈറ്റി ബൈ വേ ഓഫ് ലോൺസ് ടേക്കൺ ഓർ ഓൺ അക്കൗണ്ട് ഓഫ് ലോൺസ് ഫോർ വിച്ച് ഹീസ് എ ഷുവർട്ടി. അതായത് ഓരോ മെമ്പറുടെയും ലയബിലിറ്റീസ് എഴുതി വെക്കാനുണ്ട്. അവർ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റി എത്രയാണെന്ന് എഴുതി വെക്കാൻ, അല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും ഇത് ഷുവർട്ടി ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് എഗ്രിമെൻറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ഗ്യാരൻറ്റി ചെയ്ത് നിൽക്കില്ല, അങ്ങനെ ഗ്യാരൻറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലയബിലിറ്റിയൊക്കെ ഓരോ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എഴുതി വെക്കാനാണ് ലയബിലിറ്റി രജിസ്റ്റർ ഉള്ളത്. രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇറ്റ് ഷോസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ലാൻഡഡ് പ്രോപ്പർട്ടി ഓഫ് ഈച്ച് മെമ്പർ. ഓരോ മെമ്പേഴ്സിൻ്റെയും ലാൻഡഡ് പ്രോപ്പർട്ടി എത്രയാണെന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എത്രത്തോളം നമ്മുടെ സൊസൈറ്റിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നെക്സ്റ്റ്, രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് ആണ്. നമ്മൾ ഓൾറെഡി ലോൺ ഇഷ്യൂ ചെയ്തു, നമ്മളുടെ മെമ്പേഴ്സ് എല്ലാം അത് അടച്ചു തീർത്തു, അങ്ങനെയാണെങ്കിൽ അവരുടെ ലോൺ നമ്മൾ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ്. നെക്സ്റ്റ്, ഓപ്ഷൻ രജിസ്റ്റർ ഉണ്ട്. ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ഡീഫോൾട്ടേഴ്സ് ബ്രോട്ട് ഇൻ ഓപ്ഷൻ ബൈ ദ സൊസൈറ്റി. ആരെങ്കിലുമൊക്കെ ലോൺ അടയ്ക്കാതെ ഉണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി നമ്മൾ ലേലം വയ്ക്കും. അങ്ങനെ ലേലം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ടുള്ളതാണ് ഓപ്ഷൻ രജിസ്റ്റർ. നെക്സ്റ്റ്, ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ രജിസ്റ്റർ ഉണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ആയിട്ടില്ല, എന്നാൽ ലോൺ ഡിഫോൾട്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനും അത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാൻ വേണ്ടി എഴുതി വയ്ക്കാനൊക്കെ ഉള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ രജിസ്റ്റർ ഉള്ളത്.
നെക്സ്റ്റ് രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 36. അപ്പോൾ ഈ ഒരു അണ്ടർ സെക്ഷൻ 36 പ്രകാരം നമ്മളൊരു ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കാറുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ ഒരു ഡിക്ലറേഷൻ നമ്മൾ ബാങ്കിന് എഴുതി കൊടുക്കാറുണ്ട്. അതായത് ഞാൻ ലോൺ അടച്ചില്ല എങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ അറ്റാച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കാനുള്ള ഒരു രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 36. നെക്സ്റ്റ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഓരോ മെമ്പർക്കും ഒരു വർഷം നമ്മൾ അനുവദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് കാണിക്കാനായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ മെമ്പർ ക്യാൻ അവൈൽ ലോൺസ് ഫ്രം ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു മെമ്പർക്ക് എത്രത്തോളം ലോൺ എടുക്കാമെന്ന് കാണിക്കുന്ന രജിസ്റ്ററാണ്. ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർ ലിങ്കിങ് ആൻഡ് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ അവരുടെ ബോറോയിങ് പവറും ഒക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കും മാക്സിമം എത്രത്തോളം ലോൺ റേസ് ചെയ്യാമെന്ന് കാണിക്കുന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മളുടെ സൊസൈറ്റികൾ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അത് സബ്സിഡറി രജിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചിട്ടി രജിസ്റ്റർ വേണം, ഡെപ്പോസിറ്റ് രജിസ്റ്റർ വേണം, ദെൻ ലോൺ രജിസ്റ്റർ, ലയബിലിറ്റി രജിസ്റ്റർ, ചിട്ടി രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ചിട്ടി രജിസ്റ്റർ കൂടി എക്സ്ട്രാ കെയർ വരുന്നേ ഉള്ളൂ. സബ്സിഡറി രജിസ്റ്റർ ആയിട്ടോ ഒക്കെ നമുക്ക് എഴുതാം. മെയിനായിട്ട് നിങ്ങൾ ഒരു സൊസൈറ്റി കെപ്റ്റ് ചെയ്യേണ്ട രജിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ.